അപ്പോൾ ഗൈസ് നമ്മുടെ ഡോറ കുറച്ച് ദിവസമായിട്ട് ഫുഡൊന്നും കഴിക്കുന്നില്ല കേട്ടോ. ഫുഡും കഴിക്കുന്നില്ല. പുള്ളിക്കാരിയുടെ വെയിറ്റ് 56-ൽ നിന്ന് 28 കിലോയിട്ട് കുറയുകയും ചെയ്തു കേട്ടോ. പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ട് ഫുഡ് കൊടുത്തിട്ട് പോലും കഴിക്കുന്നില്ല കേട്ടോ. ചിക്കൻ ആയാലും മീനായാലും ഒന്നും കഴിക്കുന്നില്ലായിരുന്നു. എന്തായാലും ഇങ്ങനെ പോയിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ പോവാം കേട്ടോ. ഡോറ എന്ന് പറഞ്ഞാൽ ഡോറയുടെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരി ഭയങ്കര ആക്റ്റീവാണ്. ഭയങ്കര ഇങ്ങനെ എന്താ പറയുക, വിരകിക്കൊണ്ട് നടക്കുന്ന ടീമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ഈ അസുഖം വന്നിട്ട് പുള്ളിക്കാരിക്ക് കളിയും ചിരിയില്ല, എപ്പോഴും ഉറക്കമാണ്, പിന്നെ ഭയങ്കര ക്ഷീണം, അങ്ങനെ മടി പിടിച്ചുള്ള ഒരവസ്ഥ, ആ ഒരു രീതിയായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായയായാലും പൂച്ചയായാലും ആരായാലും അവരൊരു 2-3 ദിവസം ഫുഡ് കഴിച്ചില്ലെങ്കിൽ അതൊരു നിസ്സാര കാര്യമായിട്ട് കാണരുത്. കാരണം അത് ചെറിയ എന്തിൻ്റെങ്കിലും ഒരു സൈനാണെന്ന് വിചാരിക്കുക. കാരണം ഒരു ദിവസമൊക്കെ ഓക്കെ ഫുഡ് കഴിക്കാത്തത് ഇഷ്ടമല്ലാത്തതുകൊണ്ടോ വേണ്ടാത്തതുകൊണ്ടോ ആയിരിക്കും. പക്ഷേ ഒരു 2-3 ദിവസം ഇങ്ങനെ റിപ്പീറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അത് വേറെ എന്തിൻ്റെയോ ഒരു സൈനാണ് നമുക്ക് അന്നേരം തന്നെ പറയാൻ പറ്റും. അന്നേരം വേറെ ഒന്നും നോക്കണ്ട, നമ്മൾ നേരെ ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്യുക. വേറെ ഒരു മാർഗവും ഇല്ല. നമ്മൾക്ക് അവരുടെ സുരക്ഷയല്ല ഏറ്റവും വലുത്. അങ്ങനെ ഞങ്ങൾ നേരെ പോകണേ എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിലോട്ടാട്ടോ. ഇതിൻ്റെ കറണ്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴ ആ ഒരു ഭാഗം കേട്ടോ. ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പോയി അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യമേ ചെന്നപ്പോൾ തന്നെ ഡോറയുടെ വെയിറ്റ് നോക്കി 56 കിലോ ഉണ്ടായി. ഡോറ നേരെ 28 കിലോ ആയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇതായിപ്പോയി. കാരണം അത്ര ആക്റ്റീവും ഭയങ്കര അടിപൊളിയായ ഡോറ നേരെ 28 കിലോ. കാണാട്ടെ ഈ ക്ലിനിക്കിൻ്റെ ഇൻലുക്ക്. അനിമൽസിന് വേണ്ടിയുള്ള എല്ലാ ആക്സസറീസും ഫുഡ്സും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഞാനും അനിയനാണെങ്കിൽ എല്ലാത്തിൽ കൂടെ ഓടി ചകഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും. എല്ലാത്തിൻ്റെ സൗന്ദര്യം നോക്കി ഒന്നും എടുക്കുന്നില്ല, പക്ഷെ എല്ലാത്തിൻ്റെ സൗന്ദര്യം നോക്കി അതിൽ കൂടെ നടക്കുമായിരുന്നു. ആ ടൈമിൽ തന്നെ ഡോറ അല്ലാതെ കുറേ ഡോഗ്സും ക്യാറ്റ്സും എല്ലാം കൺസൾട്ടിങ്ങിന് വന്നായിരുന്നു. എനിക്ക് അതിനകത്ത് ഭയങ്കര ഒരു പൂടപ്പെട്ടി ഉണ്ടായിരുന്നുണ്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അയ്യോ, എനിക്ക് അതിനെ എങ്ങനെയെങ്കിലും വീട്ടിൽ കൊണ്ടുപോയി മതിയെന്നായിരുന്നു ചിന്ത. ഞാൻ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കുമായിരുന്നു. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. പക്ഷെ ഇവരുടെ പേരൻസ് ഇവർ ഭയങ്കര പൊന്നുപോലെയായിട്ട് കൊണ്ടു കിടക്കുന്നത്. അവിടെ ചെന്നപ്പോഴാണ് 2 ദിവസമായിട്ട് ICU കിടക്കുന്ന ഒരു ഗോൾഡൻ റിട്രീവറിനെ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ പേരൻസ് ഉണ്ടല്ലോ, ആ 2 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് എന്ത് കാര്യത്തിന് വിളിച്ചാലും ഒരു മടി കൂടാതെ ഓടി വരും. ലിസീന്നാണെന്ന് തോന്നണം കേട്ടോ അതിൻ്റെ ഡോഗിൻ്റെ പേര്. അപ്പോൾ അവരുടെ പേരൻസ് ഭയങ്കര സങ്കടമായിരുന്നു. അവർക്ക് 2 ദിവസം ICU കിടന്നില്ലേ, അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. ഫുഡൊന്നും ഡോറച്ച് കഴിക്കാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ അവർക്ക്. അതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ IV ഒക്കെ ഇട്ടു. അങ്ങനെ ട്രിപ്പ് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ കുറച്ച് മരുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളത് വീട്ടിലെത്തി കേട്ടോ. എനിക്കങ്ങനെ ഒത്തിരി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് വേറൊന്നും അല്ല കേട്ടോ, ബാക്കിൽ ഞാനും അനിയനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡോറച്ചിനെ പിടിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പകുതി നേരം ഇവിടെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിപ്പായിരുന്നു കേട്ടോ. അതാട്ടോ കുറച്ച് വീഡിയോസ് വെച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.